ആദ്യം തന്നെ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. ഞാൻ ഇന്നിവിടെ സാക്ഷ്യം പറയുന്നത്, എൻ്റെ പേര് രമ്യ. ഞാൻ മൈനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഇന്ന് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെ പറ്റിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ അമ്മയ്ക്ക് 6 മാസത്തിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് മുഖാന്തരം ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളെന്ന് വെച്ചാൽ അമ്മ ബോധം കിട്ടൊക്കെ വീഴുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഒരുപാട് ഡോക്ടർമാരെ കാണുകയും ഒത്തിരി ഡോക്ടർമാരുടെ അടുത്ത് ഗുളികയൊക്കെ കഴിച്ചിട്ട് ഒരു തരത്തിലത് മാറ്റമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ആദ്യം കാണിച്ചത്. അവിടെ നിന്ന് റെഫർ ചെയ്തു NS ഹോസ്പിറ്റലിലോട്ട് മാറ്റി. അവിടുത്തെ സീനിയറായിട്ടുള്ള ഗൈനക്കിനെയാണ് ആദ്യമായിട്ട് കാണിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസിനകത്ത് ഒത്തിരി മുഴകളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലീഡിംഗ് ആയിട്ട് വരുന്നത്. അതിനാൽ ഇത് യൂട്രസ് റിമൂവ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞിന് ചെറിയ മോനായിരുന്നു. ഞാൻ 22/7/2023 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ, അതിന് മുന്നിട്ടേ ഉണ്ട്. അപ്പം ഞാൻ ഉടമ്പടിയിൽ ഇത് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ അമ്മ കൊട്ടാരക്കരയിലാണ് താമസിക്കുന്നത്. അപ്പോൾ എന്നും അമ്മയെടുത്ത് പോയി തൈലം തൂത്ത് പ്രാർത്ഥിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ രാവിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ വയറ്റിൽ ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മയ്ക്ക് സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അമ്മ ഗൈനക് ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ, കാരണം യൂട്രസ് ചുരുങ്ങിപ്പോയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ലാപ്രോസ്കോപ്പി വഴി അത് റിമൂവ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ യൂട്രസൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 മാസമൊക്കെ റെസ്റ്റ് എടുക്കണം. അപ്പോൾ വീട്ടിൽ വേറെ ആരുമില്ല, അച്ഛനും ആങ്ങളെയും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കും വയ്യാത്തതാണ്. അപ്പോൾ എനിക്ക് പോയി നോക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എന്നും നിരന്തരം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് NS ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു നമുക്ക് 2 ഡോക്ടറെയും കൂടെ കാണിക്കാം എന്ന് പറഞ്ഞു. ഞാനങ്ങനെ നിരന്തരമായിട്ട് ഇത് തന്നെ പ്രാർത്ഥിച്ചു. അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മുടെ അനസ്തേഷ്യ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടറിൻ്റെ സബായിട്ടുള്ള ആ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ഹിസ്റ്ററി എല്ലാം എഴുതി നമുക്ക് ഡേറ്റ് തരാനായിട്ടിരുന്നപ്പോൾ അനസ്തേഷ്യ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി ആ ഡോക്ടർ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അമ്മയുടെ ആ മുഴകൾ മുഴുവനായിട്ട് ചുരുങ്ങിപ്പോയിരിക്കുന്നു. തൽക്കാലം നിങ്ങളിത് ചെയ്യേണ്ട കാര്യമില്ല, ഇനി എപ്പോഴെങ്കിലും ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കിത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്കിപ്പം 1 വർഷത്തിൽ കൂടുതലായി ഇതുവരെയും ബ്ലീഡിങ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിന് പ്രത്യേകമായിട്ട് അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അടുത്തതായി എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന വരുമായിരുന്നു. മൈഗ്രെയിൻ ആണെന്ന് വിചാരിച്ച് ഒരുപാട് ഡോക്ടർമാരുടെ അടുത്ത് കയറി ഞാൻ മരുന്നുകളെല്ലാം വാങ്ങിക്കുന്നുണ്ടായിരുന്നു. കഴിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് പിന്നെ എനിക്ക് ഒരു ബോധവും കാണില്ല. അങ്ങനെ ഞാൻ ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ട് ഒന്നും മാറ്റമൊന്നുമില്ല. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ മരുന്നുകളെല്ലാം അങ്ങ് നിർത്തിയിട്ട് ഉടമ്പടി തൈലം മാത്രം ഉപയോഗിക്കാൻ തുടങ്ങി. എനിക്ക് യാത്രകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ടെൻഷൻ അടിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന കൂടും. പിന്നെ തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ബോധവും കാണില്ല. പിന്നെ വീട്ടിൽ ആരാ ഉള്ളതെന്നോ അല്ലെങ്കിൽ ലൈറ്റ് കാണാനോ അങ്ങനെയുള്ള, അപ്പോൾ എല്ലാവരും പറയുന്നു മൈഗ്രെയിനാണ്. പക്ഷേ എന്താണെന്ന് ആ മൈഗ്രെയിൻ്റെ മരുന്ന് കഴിച്ചിട്ട് ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് പിന്നെ സ്കാൻ ചെയ്തു. MRI എടുത്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ഞാൻ പിന്നെ ഈ മരുന്നെല്ലാം അങ്ങ് നിർത്തി തൈലം മാത്രം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായി എനിക്ക് പിന്നീട് തലവേദന ഒന്നും ഉണ്ടായിട്ടില്ല. അടുത്തതായിട്ട് എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു. നടുവേദന എന്ന് വെച്ചാൽ ആയുർവേദവും ഇംഗ്ലീഷ് മരുന്നും എല്ലാം ഞാൻ പരിശോധിച്ചു, എല്ലാം ഞാൻ ചെയ്തു. എനിക്ക് കുനിഞ്ഞ് നൂന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കരമായിട്ട് വെയിറ്റ് അടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നടുവേദന ഉണ്ടാകുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാനൊരു ദിവസം ഇവിടെ വന്ന് ജപമാല റാങ്കിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷവും പങ്കെടുത്തു, ഇപ്രാവശ്യവും ഞാൻ പങ്കെടുത്തു. കഴിഞ്ഞ വർഷം പങ്കെടുക്കുന്ന സമയത്ത് എനിക്കൊട്ട് നടക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥയായിരുന്നു. ഞാൻ എന്നിട്ട് കഴിഞ്ഞ വർഷം പങ്കെടുത്തതിന് ശേഷം അതിനുശേഷമുള്ള ഒരു ഇവിടെ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ ശുശ്രൂഷ പ്രാർത്ഥന കൂടുമായിരുന്നു. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു വേദനയുള്ള ഭാഗങ്ങളിലെല്ലാം തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഓരോ ഭാഗങ്ങൾ എടുത്തു പറഞ്ഞു, പക്ഷേ നടുവിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ല. ഞാൻ പക്ഷേ നടുവിനകത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ച്. അതിൻ്റെ ഫലമായിട്ട് അച്ഛൻ പറഞ്ഞു ഞാൻ പറയാതെ തന്നെ ആരോ ഒരാൾ ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്, ആ യുവതിയുടെ നടുവേദന ഇപ്പം മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയില്ല, എന്നെയാണെന്ന് ഉദ്ദേശിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ വീട്ടിൽ പോയി പിന്നീട് ഞാൻ ഇതുപോലെ ജോലി കണ്ടിന്യൂ ചെയ്ത സമയത്ത് എനിക്ക് പിന്നീട് ആ വേദനകളൊന്നും തന്നെ ഉണ്ടായില്ല. പിന്നാണ് എനിക്ക് മനസ്സിലായത് ആ ധ്യാനത്തിൽ എന്നെയാണ് എൻ്റെ മാതാവും യേശുവപ്പനെ ശുശ്രൂഷിച്ചതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, പിന്നെ അതിനുശേഷം ഞാൻ രാവിലെ 5:30 ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ഛൻ്റെ അനുദിന പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി രാവിലെ കുറച്ച് നേരം ബൈബിൾ വായിക്കും. എന്നിട്ട് അതിന് ശേഷം കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ സാക്ഷ്യം വായിക്കും, സാക്ഷ്യം കേൾക്കും.
പിന്നീട് വൈകുന്നേര സമയങ്ങളിൽ 7 മണിക്ക് തന്നെ പ്രാർത്ഥിക്കും. പരമാവധി ഞാൻ ഈ സമയങ്ങളിൽ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. വൈകിട്ടും ബൈബിൾ വായിക്കുന്നുണ്ട്, സാക്ഷ്യങ്ങൾ കേൾക്കും, അച്ഛൻ്റെ ധ്യാനം എല്ലാ ആഴ്ചകളിലും കൂടുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ ആഴ്ചയിലും ഞാൻ ഉപവാസം എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ മാതാവിൻ്റെയും യേശുവിൻ്റെയും ഒരു റൂം ഞാൻ അതിനുവേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുകയാണ്. ആ റൂമിലിരുന്ന് പ്രാർത്ഥിച്ച് സങ്കടപ്പെടുന്ന സമയങ്ങളിൽ പല ദിവസങ്ങളിലും എനിക്ക് തിരിയിൽ അമ്മയുടെ രൂപം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു എക്സാമിന് പോകാനായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഒരു ദിവസം പോയ സമയത്ത് ഇവിടെ വാതയ്ക്ക് ഒരു സഹോദരൻ അമ്മയുടെ വിശ്വാസ പ്രമാണം എഴുതി ഒരു ഇത് പേപ്പർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിത് എനിക്കെന്തൊരു ആഗ്രഹം, ഈ എക്സാമിന് പോകുന്ന സമയത്ത് അമ്മയുടെ ആ ഒരു എന്തെങ്കിലും ഒരു രൂപമോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ഇത് കിട്ടിയായിരുന്നെങ്കിൽ അത് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് എനിക്ക് എഴുതാമായിരുന്നു എന്ന് എൻ്റെ മനസ്സിലൊരിത്. പക്ഷേ പിന്നീട് ഞാനതങ്ങ് മറന്നു. പക്ഷേ ആ എക്സാമിന് പോകുന്നതിൻ്റെ അന്ന് രാവിലെ ഞാൻ 5:30 പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ലൈറ്റ് ഇടാതെ പ്രാർത്ഥിച്ച സമയത്ത് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. മെഴുകുതിരി അണച്ച സമയത്ത് ഈ മെഴുകുതിരിയുടെ തൊട്ട് പുറകെ എനിക്കൊരു എന്തോ ഒരു ഇത് കിടക്കുന്നതായിട്ട് തോന്നി. അപ്പം ഞാനിങ്ങനെ എടുത്ത് നോക്കി, എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു മാതാവിൻ്റെ രൂപമാണ് എനിക്കതിൽ കിട്ടിയത്. അതേപോലെ തന്നെ പല സമയങ്ങളിലും ഞാനിങ്ങനെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മയുടെ പല രൂപത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മെഴുകുതിരിയിൽ തന്നെ ഇങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എപ്പോൾ എന്ത് സങ്കടപ്പെട്ടാലും ഒന്ന് മനസ്സുരുക്കി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ അമ്മയുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് എന്ത് കാര്യം കേട്ടാലും അങ്ങ് ടെൻഷനാവും, പിന്നെ തലവേദനയാവും. പക്ഷേ ഇപ്പോഴാണെങ്കിൽ എന്തോ ഒരു ശക്തി എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇച്ചിരി ദേഷ്യക്കാരിയായിരുന്നു. എന്തെങ്കിലും പറയുമ്പോൾ ചിന്തിക്കത്തില്ല, പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും മറുപടി പറയും. പക്ഷേ എൻ്റെ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് അമ്മ അറിഞ്ഞു. ഞാൻ അതാണ് ആദ്യം പ്രാർത്ഥിച്ചത്. കാരണം നമ്മൾ നല്ലതായെങ്കിൽ, നമ്മൾ വിശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അമ്മയോടും അപ്പനോടും പൂർണ്ണമായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു അവകാശമുള്ളൂ. അപ്പോൾ ആ ഒരു അവകാശം നേടണമെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് അമ്മയുടെയും അപ്പൻ്റെയും മകളായിട്ട് എന്നെ സ്വീകരിക്കണം, എന്നിൽ കൃപ ചൊരിയണമേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. അതുപോലെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകണമെന്ന് പറയും. ഞാനൊരു അക്രൈസ്തവയാണ്, എങ്കിൽ തന്നെയും ഞാൻ ഈ പറയുന്ന സമയങ്ങളിലെല്ലാം മാക്സിമം ബൈബിൾ വായിക്കാനായിട്ട് ശ്രമിക്കുന്നതുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇപ്പം 1.5 വർഷത്തോളമായി ഉടമ്പടി എടുക്കാൻ തുടങ്ങിയിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെയും 1 മാസം പോലും ഞാൻ മുടങ്ങിയിട്ടില്ല. ഇതുവരെയും ഞാൻ എല്ലാ മാസവും വന്ന് ഇവിടുന്ന് പത്രം വായിക്കും. ഞങ്ങളുടെ അവിടുന്ന് ഒരു കൂട്ടായ്മയുണ്ട്. ഞാൻ ഒരുപാട് പേരെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. ഈ പത്രം ഞങ്ങൾ ചോറും ഈ പത്രവുമായിട്ട് ഹോസ്പിറ്റലുകളിൽ രോഗികളെ കാണാനും കൊണ്ടുപോയി എല്ലായിടത്തും കൊടുത്ത് പരമാവധി ഒരുപാട് ആൾക്കാരോട് പറയും. അപ്പം ചിലരൊക്കെ അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല. ഞങ്ങൾ പിന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കും, എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ചോദിക്കും എങ്ങനെയുണ്ട് അവിടെ. ഞാൻ അന്നേരം എടുത്ത വില പറയും, അമ്മ സൂപ്പറാന്ന് പറയും. കാരണം എനിക്ക് അത്രയ്ക്കും എനിക്ക് പറയാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള അനുഭവങ്ങളാണ് എനിക്ക് അമ്മയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ, ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു അനാഥാലയമുണ്ട്. ആ അനാഥാലയത്തിൽ പോകും. ഇപ്പം ഞങ്ങൾ അവിടുത്തെ ഒരു അംഗമാണ്. ഞങ്ങളൊരു കൂട്ടായ്മ, ഞങ്ങളെ കൃപാസനം എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ പോയി ഞങ്ങളാൽ കഴിയുന്ന എന്ത് സഹായം ഉണ്ടെങ്കിലും, അവിടെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും പോകും. ഞങ്ങളാൽ കഴിയുന്ന അവിടുത്തെ രോഗികളായ അമ്മമാരുണ്ട്. കൂടുതലും അവിടെ അച്ഛന്മാരാണ്, കാരണം ബുദ്ധിമാന്തിയൊക്കെ ഓർമ്മയൊന്നും ഇല്ലാത്ത അച്ഛന്മാരൊക്കെയാണ്. അപ്പോൾ അമ്മമാരെയൊക്കെ നോക്കാൻ പ്രത്യേകിച്ച് ആളുകളില്ലാത്തത് കൊണ്ട് ഞങ്ങളെ എന്താവശ്യം ഉണ്ടെങ്കിലും അവിടെ വിളിക്കും അച്ഛൻ. അപ്പോൾ അവിടെ ഒരു അച്ഛനാണ് അത് നടത്തുന്നത്. അപ്പം ഞങ്ങൾ പോയി ആ അമ്മമാരെ ശുശ്രൂഷിക്കുകയും നോക്കുകയും അവരിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങളത് ചെയ്തു കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. യെശയ്യാ 43:2 സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളൽ ഏൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. രമ്യ എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച ദൈവാനുഭവങ്ങളെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത്. മകളുടെ ഓരോ വാക്കും അത് വിശ്വാസത്തെ ജ്വലിപ്പിക്കുന്നതും ഈ അമ്മ മാതാവിനോടും ഈശോയോടുമുള്ള സ്നേഹം എത്ര തീഷ്ണതയോടുകൂടി മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതുമാണെന്ന് വെളിപ്പെടുത്തുന്നതാണ്. മകളാദ്യം അമ്മയ്ക്കുണ്ടായ തീവ്രമായ ബ്ലീഡിങ് അത് മാറുന്നതിന് വേണ്ടിയാണ് അമ്മയുടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും മകളുടെ ഉദരത്തിൽ തൈലം പൂശി കുരിശടയാളം വരച്ച് അമ്മയുടെ സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്തത്. മരുന്നുകൊണ്ട് മാറാത്തത് അമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണം കൊണ്ടും നേർച്ചവസ്തുവിൻ്റെ വിശ്വാസത്തോടെയുള്ള ഉപയോഗത്തിലൂടെയും പൂർണ്ണ സൗഖ്യം നേടിയതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. രണ്ടാമത്തത് മകളുടെ കലശലായ തുടർച്ചയായ തലവേദന, അതുപോലെ ഗൗരവമുള്ള നടുവേദന, 2 വിഷയങ്ങളും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നടുവേദന മാറുമ്പോൾ അച്ഛൻ തന്നെ ഇവിടെ ധ്യാനത്തിൽ സന്ദേശം നൽകിക്കൊണ്ട്
ഒരു യുവതിയുടെ നടുവേദന മാറുന്നുവെന്ന് എടുത്തു പറഞ്ഞ് സൗഖ്യം ലഭിച്ചതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മകൾക്ക് ലഭിച്ച ഭൗതികമായ ഈ നന്മകൾക്കപ്പുറം മകൾക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ ബോധ്യവും അത് ജീവിക്കുവാനുള്ള സന്തോഷവുമാണ് വാക്കുകളിലൂടെ പങ്കുവയ്ക്കുന്നത്. അത് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിലാണെങ്കിലും, അത് കൃപാസനം അമ്മ മാതാവിൻ്റെ പത്രിക അത് ദൈവാനുഭവങ്ങളെ പങ്കുവെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നൽകുന്നതിലാണെങ്കിലും, വിശ്വാസത്തെ പകർന്നു കൊടുത്തുകൊണ്ട് ഈ ആലയത്തിലേക്ക് അനേകരെ ഉടമ്പടിയെടുത്ത് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കുന്നതിലാണെങ്കിലും മകൾ കാണിക്കുന്ന സവിശേഷമായ ശ്രദ്ധ വാക്കുകളിൽ അവൾ പങ്കുവയ്ക്കുകയാണ്. മകളുടെ ജീവിതത്തെ തന്നെ, സ്വഭാവ രീതികളെ തന്നെ എത്ര കണ്ട് ഉടമ്പടി സ്വാധീനിക്കുകയും അത് ഗുണകരമാക്കി മാറ്റുകയും ചെയ്തുവെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും പുതിയ ഒരു ആത്മീയ മനുഷ്യരായി വളർത്തുന്നുണ്ട്. നമ്മളെ ഓരോരുത്തരെയും ദൈവിക സംരക്ഷണ വലയത്തിലേക്ക് ചേർത്ത് നിർത്തുന്നുണ്ട്. അതോടൊപ്പം നമ്മളിലൂടെ മറ്റനേകർക്ക് നന്മയുടെ, സ്നേഹത്തിൻ്റെ, കൈത്താങ്ങിൻ്റെ അനുഭവം പകരുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മളെ വളർത്തുകയും വലുതാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കുടുംബത്തിന് ലഭിച്ച വിവിധങ്ങളായ എല്ലാ അനുഭവങ്ങൾക്കും, വളരെ പ്രത്യേകിച്ച് വിശ്വാസ ബോധ്യത്തിനും ദൈവമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.